ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ്, ചിക്കൻ കബ്സ. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് സ്ഥിരം പറയുന്ന ഡയലോഗ് തന്നെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ചിക്കൻ കബ്സ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ബസ്മതി റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നോർമൽ ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെല റൈസ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. കുറച്ചുകൂടി നീളമുള്ള അരിയാണ് എപ്പോഴും നല്ലത്. ഒരു 4 കപ്പ് അരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കപ്പിൻ്റെ സൈസിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ഒരു 2-3 പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതൊരു 20 മിനിറ്റ് വെള്ളത്തിൽ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ കബ്സ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സറിൽ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 2 സ്റ്റാർ അനീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 പീസ് കറുവപ്പട്ട, 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കബ്സ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തക്കാളി പേസ്റ്റാക്കാം. ഞാനിവിടെ ഒരു 4 തക്കാളി അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ടൊമാറ്റോ പേസ്റ്റ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നില്ല, ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ചിക്കൻ നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ 8 പീസായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കബ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി ചെമ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 ബേ ലീവ്സും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണങ്ങിയ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഡ്രൈഡ് ലെമൺ, ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഈ കബ്സയ്ക്ക് ഒരു ചെറിയൊരു പുളിപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രൈഡ് ലെമൺ യൂസ് ചെയ്യുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച കബ്സ മസാല 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവി ചിക്കനിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കബ്സയിൽ ബേസിക്കലി ചിക്കൻ ഫ്രൈ ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നത് അതേ കപ്പ് തന്നെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ കപ്പാണ് അരി അളക്കാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഈ കപ്പിൻ്റെ സൈസിൽ ഞാനിവിടെ ഒരു 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൻ്റെയും കൂടെ വെള്ളം ഇറങ്ങും. അപ്പോൾ എല്ലാം കൂടി നമുക്ക് കറക്റ്റായിട്ടാണ് വരുന്നത്. ഇതൊരു 25 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കബ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ കബ്സ വാങ്ങുമ്പോൾ ഈ ഒരു ചട്നി എപ്പോഴും ഉണ്ടാവും. ചട്നി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് ഞാനിവിടെ 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം.
ചിക്കനൊക്കെ വെന്തതിന് ശേഷം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മസാലയൊക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരി വേവിക്കുമ്പോൾ ഇൻ കേസ് വെള്ളം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 20 മുതൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ശേഷം ചിക്കൻ നേരെ നമ്മൾ റൈസിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടാവും. അതിന് ശേഷം ഞാനിപ്പോൾ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. ഇപ്പം നമ്മുടെ ചിക്കൻ കബ്സ റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ അരി വേവാനായിട്ടൊരു 20 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഏത് അരിയാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ വേവ് വ്യത്യാസം വന്നേക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. റൈസിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഞാനിങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാഷ്യൂ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബ്സ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൗദിയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.